പിന്നെ നെക്സ്റ്റ് ഇവിടുത്തെ സ്കാൻ മൊത്തം 3 സ്കാന് ഇവർ മെയിനായിട്ട് കൊടുക്കുന്നുള്ളൂ. അത് ഒന്ന് ഇനിഷ്യൽ പ്രഗ്നൻസി, പിന്നെ 3rd മന്ത്, പിന്നെ 5th മന്ത്. അപ്പോൾ പിന്നെ നമുക്ക് 3rd മന്തിലെ സ്കാൻ്റെ അപ്പോയിൻമെൻറ്റും അവർ തന്നു, അന്നേരം തന്നെ എടുത്തു തന്നു. കാരണം 3rd മന്തിൽ അപ്പോഴേ അപ്പോയിൻമെൻറ്റ് തരും. ഓരോ സ്കാനിങ് കഴിയുമ്പോൾ അടുത്ത സ്കാനിങ് നമുക്ക് തന്നുവിടും. അപ്പോൾ ഇത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ബ്ലൂ ബുക്ക് ഉണ്ട്. ആ ബ്ലൂ ബുക്കിനകത്ത് എല്ലാ ഡീറ്റെയിൽസും അവർ കൊടുത്തിട്ടുണ്ടാവും. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നമ്പറും കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് ഇന്നത് വേണ്ടത് അതിനകത്ത് എല്ലാം അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, അവരുടെ ഡീറ്റെയിൽസ്, പ്രഗ്നൻസിയുടെ കാര്യങ്ങളെല്ലാം. പിന്നെ അവർ നമുക്കൊരു ആപ്പ് തരും. ആ ആപ്ലിക്കേഷൻ ബാഡ്ജർ നോട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. അതിനകത്ത് നമ്മുടെ എല്ലാ അപ്പോയിൻമെൻറ്റ്സും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരും. നമ്മുടെ ഫുഡ് എന്താ നമ്മൾ കഴിക്കേണ്ടത്, അങ്ങനെ എല്ലാം ഇതായിട്ടുള്ള ഒരു എല്ലാം കുറേ ഒരു ബ്രോഷറൊക്കെ ഉൾപ്പെടെ തരും കേട്ടോ അവർ, എല്ലാ കാര്യങ്ങളും പറയും. പിന്നെ ഇതിനിടയ്ക്ക് ഒരു കാര്യം ഞാൻ മിസ് ഔട്ട് ചെയ്തത്, നമ്മൾ മെറ്റേണിറ്റി എക്സംഷന് നമ്മൾ അപ്ലൈ ചെയ്യണം. അത് നമ്മുടെ GPന്ന് അവർ നമ്മൾ പറയുമ്പോൾ അവർ നമുക്കൊരു ഫോം തരും. ആ ഫോം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. നമുക്ക് മെഡിസിൻ കാര്യങ്ങളെല്ലാം കിട്ടുന്നതിന് പ്രയോറിറ്റി ഡെന്റലിന് വേണ്ടി രജിസ്റ്റർ ചെയ്യണം നമ്മൾ. രണ്ടാമത് നമ്മൾ ചുമ്മാ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിരുന്നാൽ നമുക്ക് രണ്ടായിട്ട് തന്നെ ചെയ്യണം. ഒന്ന് മെഡിസിൻ ഒക്കെ മേടിക്കുന്നതിന് എക്സംഷൻ ആയിട്ട് നമ്മൾ ഇവിടെ കൊടുക്കണം. പിന്നെ ഡെന്റലില് രണ്ടാമത് പോയി വീണ്ടും അപ്ലൈ ചെയ്യണം. ഡെന്റൽ ക്ലിനിക്കിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യണം. അവിടെ രണ്ടിടത്തും ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾ ഡെന്റൽ ചെയ്തിട്ടില്ല ഇതുവരെ. ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ബട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സംഷൻ സർട്ടിഫിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ്സ് ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് മെറ്റേണിറ്റി എക്സംഷന് ഞാൻ അപ്ലൈ ചെയ്തു. അതെനിക്കൊരു 1 വീക്ക് കൊണ്ട് തന്നെ വീട്ടിൽ സർട്ടിഫിക്കറ്റ് വന്നു. നമുക്കതിൻ്റെ നമ്പർ മാത്രം മതി, ആ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ മാത്രം മതി. അത് കഴിഞ്ഞു. പിന്നെ അത് നമ്മൾ 3rd മന്തിൻ്റെ സ്കാനിന് പോയി. 3rd മന്തിൻ്റെ സ്കാനിന് പോയപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്കൊരു പ്രൈവറ്റ് ഒരു GP പ്രാക്ടീസിലാണ് കിട്ടിയത്. കാരണം ഹോസ്പിറ്റൽ ഭയങ്കര ബിസി ആയതുകൊണ്ട് അവർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നിയർ ബൈ ആയിട്ടുള്ള GP പ്രാക്ടീസിലേക്ക് റിസ്ക് ഇല്ലാത്തൊരു പ്രഗ്നൻസിക്ക് അവരെന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കൊടുക്കുക. പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ NHS തന്നെയാണ്. ഒരു GP പ്രാക്ടീസുകൾ ചെറിയ GP പ്രാക്ടീസിലേക്ക് കൊടുത്ത് അവിടുന്ന് സ്കാൻ ചെയ്ത് അവിടുന്ന് റിപ്പോർട്ട് NHSലേക്ക് അയച്ചു. കാരണം ഹോസ്പിറ്റലിലേക്ക് അധികം ആളുകൾ എത്താതിരിക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട്. അപ്പോൾ നമ്മൾ അത് പ്രത്യേകിച്ച് കോവിഡിൻ്റെ ആ ടൈമിൽ വന്ന റെസ്ട്രിക്ഷൻസ് അവരത് പിന്നെയും അങ്ങനെ തന്നെ ഒരു ഫോളോ ചെയ്ത് പോവാണ്, അധികം ക്രൗഡഡ് ആക്കാണ്ട് ഹോസ്പിറ്റലിൽ. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ഇതുപോലെ ഒരു പ്രൈവറ്റ് GP പ്രാക്ടീസിൽ അപ്പോയിൻമെൻറ്റ് തന്നു സ്കാനിൻ്റെ. അന്ന് നമ്മൾ 3rd മന്തിൻ്റെന് പോയി. 3rd മന്തിൻ്റെന് പോയപ്പോൾ അവർ പറഞ്ഞു കുട്ടിയുടെ ഗ്രോത്ത് നോക്കിയിട്ട് അവർ മെഷർമെൻറ്റ് വെച്ചിട്ട്, നമ്മുടെ നാട്ടിൽ LMP നോക്കിയിട്ട് ലാസ്റ്റ് മെൻസ്ട്രുവൽ പീരീഡിൻ്റെ ഇത് നോക്കിയിട്ടാണ് ഈ ഗ്രോത്ത് ജസ്റ്റേഷണൽ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അവർ കുട്ടിയുടെ ഗ്രോത്ത് നോക്കിയിട്ടാണ് പറയുക. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ അവർ പറഞ്ഞു 12 വീക്ക് ആയിട്ടില്ല. സോ എത്ര 2 ആഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് റീസ്കാൻ്റെ അപ്പോയിൻമെൻറ്റ് വന്നു. എന്നിട്ട് പിന്നെ നമ്മൾ 2 വീക്സ് കഴിഞ്ഞ് വന്നു. 2 വീക്സ് കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ കറക്റ്റായ ഏജ് അവർ കാൽക്കുലേറ്റ് ചെയ്ത് വേറെ പ്രശ്നമൊന്നുമില്ല. അന്നേരം നമ്മൾ കുറച്ചും കൂടി നമ്മൾ ആ ഒരു ഫസ്റ്റ് ഇനീഷ്യൽ സ്കാനിൽ കണ്ട ഒരു ഡോട്ട് പോലെയല്ല, പക്ഷേ നമ്മളിങ്ങനെ ഒരു ബേബിയുടെ ആ ഒരു എന്താ രൂപത്തിലൊക്കെ ഇതായി. പിന്നെ നമ്മൾ ബേബി ചാടുന്ന കണ്ടിങ്ങനെ കാലും ഇങ്ങനെ കുത്തി ചാടുന്ന പോലെ. പക്ഷെ നമുക്കൊന്നും ഫീൽ ചെയ്യില്ല, കുഞ്ഞായിരിക്കുമല്ലോ. പക്ഷെ അതിന്റെ ഫോട്ടോ വീഡിയോ ഒന്നും ഇവിടെ റെക്കോർഡ് ചെയ്യാൻ സമ്മതിക്കില്ല. ഞാൻ അതിന്റെ ഇടയ്ക്ക് ട്രൈ ചെയ്ത് ഫോണൊക്കെ നമ്മളിങ്ങനെ മാറ്റി പിടിച്ച് നമ്മളിങ്ങനെ വീഡിയോ എടുക്കാൻ അവര് പറഞ്ഞു എടുക്കാൻ പാടില്ല. പിന്നെ അത് 3rd മന്ത് സ്കാൻ അതോടെ കഴിഞ്ഞു. അത് നല്ല എല്ലാം ഓക്കെ ആയിരുന്നു. അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൽ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വിസ സ്റ്റാറ്റസുമായിട്ട് ഇതിന് ഒരു റിലേഷനും ഇല്ല. അതായത് നമുക്ക് നോർമലി ഇവിടെ ഒരാൾക്ക് കിട്ടുന്ന എല്ലാ ബെനിഫിറ്റ്സും തന്നെ നമുക്കും ഇതിൽ കിട്ടും. ഇപ്പോൾ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് കിട്ടായികയില്ല. കാരണം നമ്മൾ IHS പേയ്മെൻറ്റ് അടച്ചിട്ടാണല്ലോ നമ്മൾ വരുന്നത്. സോ അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം ഉണ്ട്. അപ്പോൾ അത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതാണ് ഞാനത് എടുത്ത് പറഞ്ഞത്. സ്റ്റുഡൻറ്റ് വിസയിലായാലും ഏത് വിസയിലാണെങ്കിലും നമുക്ക് എല്ലാ ബെനിഫിറ്റ്സും കിട്ടും NHSന്ന്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ 5th മന്ത് സ്കാൻ. 5th മന്താണ് നമ്മളിങ്ങനെ ഏറ്റവും മോസ്റ്റ് അവൈറ്റഡ് ആയിട്ടിരുന്ന ഒരു സ്കാൻ. കാരണം ജെൻഡർ റിവീൽ കുട്ടിയുടെ ജെൻഡർ ഏതാന്ന് ഇവിടെ പറയാം. അപ്പൊ ജെൻഡർ ഏതാന്ന് അറിയാൻ വേണ്ടി നമുക്ക് നാട്ടിൽ അറിയാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പൊ ഞങ്ങളത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞങ്ങള് നാട്ടിലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഞങ്ങളവർക്കത്
ഞങ്ങൾ സീക്രട്ട് ആയിട്ട് തന്നെ വെച്ചത് Secret ആരെ ഞങ്ങൾക്ക് അറിയിച്ചില്ല. അറിയണം ഞങ്ങൾക്ക് എന്നുണ്ടായിരുന്നു. അറിയണമെന്നുണ്ടായിരുന്നു. കാരണം ഇവിടെ എല്ലാവരും നേരത്തെ അറിഞ്ഞ ഒരു 5th മന്ത് ആകുമ്പോൾ തന്നെ അവർ അറിഞ്ഞു കഴിഞ്ഞാൽ ബേബിയുടെ സാധനങ്ങളെല്ലാം മേടിച്ച് വെക്കും. ബിക്കോസ് ഇവിടെ എല്ലാത്തിനും കളർ ഒരു ഇതുണ്ട്. ഇപ്പോൾ ബോയ് ആണെങ്കിൽ നമ്മൾ ബ്ലൂ അങ്ങനത്തെ കുറച്ച് കളേഴ്സ്, ബ്ലൂ യെല്ലോ അങ്ങനത്തെ കളേഴ്സ് ഷെയ്ഡ്സ് എടുക്കുക, ഡ്രസ്സും കാര്യങ്ങളും എല്ലാ മെറ്റീരിയൽസും. ഗേൾ ആകുമ്പോൾ യൂഷ്വലി പിങ്ക്, എല്ലാം പിങ്ക് ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ നേരത്തെ ജെൻഡർ അറിയും. അപ്പോൾ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും ഒന്ന് അറിഞ്ഞേക്കാം എന്നുള്ള കാര്യം. അതെ, എല്ലാവർക്കും ഉണ്ടാവില്ല ഒരു ക്യൂരിയോസിറ്റി. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ 5th മന്ത് സ്കാനിങ്ങിന് ദിവസം പക്ഷെ ആ സ്കാനിങ് ഡേ ഞങ്ങൾ അവിടെ ചെന്ന് ഭയങ്കര ആകാംക്ഷയോടെ ആട്ടെ ഞങ്ങൾ പോണേ. ഞങ്ങൾ ആകാംക്ഷയോടെ അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പോയിൻമെൻറ്റ് വിളിച്ചു. അങ്ങനെ ഞങ്ങൾ കയറി, അകത്ത് കയറി ചെന്നു. ഇതുപോലെ തന്നെ ഞാൻ വീണ്ടും വീഡിയോ എടുക്കാൻ നോക്കി. അവർ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് നേരത്തെ പോയ സ്കാനിങ്ങുകളെല്ലാം ഭയങ്കര ഒരു ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ നേരത്തെ പോയപ്പോൾ അവർ നമ്മളോട് കോപ്പറേറ്റ് ചെയ്ത് നല്ല നമ്മൾ അവരും ഒരു എക്സൈറ്റ്മെന്റ്, നമുക്കും ഒരു എക്സൈറ്റ്മെന്റ് അവർ സ്കാൻ ചെയ്ത്. ഈ രണ്ടാമത്തെ അത്ര പ്രസന്റ് ആയിരുന്നില്ല. അവർക്ക് ഭയങ്കര റൂഡായിട്ടുള്ള ഒരു പെരുമാറ്റം പോലെ അവര് പറയുമ്പോ തന്നെ നമ്മളോട് ജെൻഡർ പറഞ്ഞപ്പോ നമ്മളിപ്പോ ഒരു ജെൻഡർ എന്നൊക്കെ പറയുമ്പോ അവര് ഇന്നതാണ് എന്ന് പറയുമ്പോ അവരുടെ ഒരു ഹാപ്പി ഫേസ് അത് തന്നെ അപ്പൊ നമുക്കൊരു ഭയങ്കര ഒരു ഫീൽ ആയിരുന്നു. പക്ഷെ ഇതിന് പോയിട്ട് അവരിങ്ങോട്ടേക്കൊട്ടൊന്നും പറഞ്ഞില്ല ജെൻഡർ ഏതാ ജെൻഡർ എന്ന് പറയുമ്പോ തന്നെ നമുക്കൊരു ഹാപ്പി വരും. നമ്മുടെ മനസ്സും അവര് പറയണ എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കും. ഇത് അവര് വന്നിട്ട് എന്തോ പറഞ്ഞു, അവരെന്തോ പറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് സംഭവം എന്ന് ചോദിച്ചു അവരോട്. അവരൊന്നും പറയണമില്ല അവർക്ക്. അപ്പൊ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോ അവർ ഇന്നതാണ് കാര്യം പറഞ്ഞു. ഇതെന്താ നിങ്ങൾ പറയുന്നില്ല, ഞങ്ങൾ അതിനൊരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. സസ്പെൻസ് ആയിട്ട് വെച്ചോണ്ട് ഞങ്ങൾ ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ടത്. സോ ദിസ് ഈസ് ഇത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പൊ ബേബിയുടെ അന്നേരത്തെ ഒരു രൂപമൊക്കെ കറക്റ്റ് ആയിരുന്നു. അന്നേരം ബേബി കുറച്ചും കൂടെ വലുതായി. എല്ലാം ഓൾമോസ്റ്റ് ഒരു പറഞ്ഞു ഓർഗൻസ് ഒക്കെ ഇങ്ങനെ നമുക്ക് കാണിച്ചു തന്നു. എല്ലാ ഐസ്, നോസ്, പിന്നെ ലിപ്സ്, ഹാൻഡ്സ് എല്ലാം കാണിച്ചു. ഹാർട്ട് ബീറ്റ് ഒക്കെ കേൾപ്പിക്കും. അതൊരു ഇതാണ്, വേറൊരു ഫീലാണ്. അപ്പോൾ അത് നാട്ടിലേക്കാൾ ഈ പറഞ്ഞ ഹസ്ബൻഡ്സിന് നമുക്ക് നമ്മുടെ കൂടെ നിർത്താവുന്നൊരു ഇതും കൂടി ഉണ്ട്. നമ്മളെ കയറ്റി എല്ലാം കാണിച്ചു തരും. അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ 5ാമത്തെ മന്ത് സ്കാനിങ് കഴിഞ്ഞു. അപ്പോൾ ഈ യൂഷ്വലി ഇവിടെ 5ാമത്തെ മന്ത് എന്ന് പറയുമ്പോൾ UK വെച്ച് പറയുമ്പോൾ 5 മാസം എന്നല്ല കേട്ടോ പറയണേ, 20ാമത്തെ വീക്സ് ആണ് പറയുന്നത്. ഇപ്പൊ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാടും ഇവിടെ നമ്മളെല്ലാവരും, ഞാനിവിടെ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്, നമ്മുടെ നാടും ഇവിടെ കമ്പയർ ചെയ്യണത്. ഇവിടത്തെ UK-ൽ 40 ആഴ്ചയാണ്. 40 ആഴ്ച ഇവിടെ എല്ലാവരും കാൽക്കുലേറ്റ് 10 മാസം എന്നാണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യണത്. നമ്മുടെ നാട്ടിൽ 9 മാസം 10 ദിവസമാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും പറയും അയ്യോ UK-ൽ 10 മാസം വേണം ഒരു പ്രസവിക്കാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ അത് ഡേയ്സ് വെച്ച് നോക്കുമ്പോൾ 40 ആഴ്ചയും 9 മാസം സെയിം ആണ്. ഡേയ്സ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സെയിം ഡേയ്സ് ആണ്. കാരണം ഓരോ മാസവും 28 ദിവസം അല്ലേ ഉള്ളൂ. 4 ആഴ്ച എന്ന് പറയുമ്പോൾ 28 ദിവസമായിരുന്നു. പിന്നെ എക്സ്ട്രാ 2 ദിവസം വരുന്നുണ്ട്. അങ്ങനെ വെച്ച് ടോട്ടൽ വെച്ച് നോക്കുമ്പോൾ 40 ആഴ്ച 9 മാസം 10 ദിവസം ഈക്വൽ ആണ്. അതിൽ ഞങ്ങൾക്ക് കുറച്ച് അബദ്ധങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ 20 ആഴ്ചയിലായിരുന്നു. 5 മാസം എന്നല്ല 20 ആഴ്ചയിലായിരുന്നു. അപ്പൊ 5 മാസം എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് സ്കാനിങ്. അങ്ങനെ 20 വീക്കിൻ്റെ സ്കാൻ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് UK-ലെ സിസ്റ്റം അനുസരിച്ച് 12 വീക്കിലെയും 20 വീക്കിലെയും സ്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്കാൻ ഇല്ല. അതായത് ഒരു ലോ റിസ്ക് പ്രഗ്നൻസി ആണെങ്കിൽ പിന്നെ സ്കാൻ വരുന്നില്ല. പിന്നെ 9th മന്ത് എന്ന് പറയാൻ പറ്റില്ല, 36 വീക്കിൽ വേണമെങ്കിൽ ആണ് സ്കാൻ വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ 20 വീക്കിലെ സ്കാൻ കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഇനി സ്കാൻ ഉണ്ടോ. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല, ഇനി വേണമെങ്കിൽ അവർ അറിയിക്കും 36 വീക്കിൽ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ സ്കാനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ആകെ മിഡ് വൈഫിൻ്റെ അപ്പോയിൻമെൻറ്റ് മാത്രം. അത് നമ്മുടെ കമ്മ്യൂണിറ്റി മിഡ് വൈഫ് ആയിരിക്കും. അത് നമ്മുടെ GP പ്രാക്ടീസിൽ തന്നെ നമുക്ക് പോയിട്ട് അവർ വീക്കിൽ ഒരു ദിവസം നമ്മുടെ GP പ്രാക്ടീസിൽ വരും. അന്നേരം നമുക്ക് അപ്പോയിൻമെൻറ്റ് തന്ന് അവിടെ പോയി കാണാം. അത് വന്നിട്ട് ഇടയ്ക്കിടയ്ക്കുണ്ട്. അത് എങ്ങനെയാണ് അപ്പോയിൻമെൻറ്റിൻ്റെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ 20 വീക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 25 വീക്കിലുണ്ട്. പിന്നെ 28, 31, 34 അങ്ങനെയാണ് പോകുന്നത്. പിന്നെ 36. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞങ്ങൾ അടുത്ത ഇതിൽ പറയാം. സ്റ്റേ ട്യൂൺഡ്. ബൈ. Bye.